ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. യെസ്, അപ്പൊ ഇനി ഓണം എക്സാമിന് വെറും 15 ദിവസങ്ങൾ മാത്രമാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. ആണെങ്കിൽ നമുക്ക് ഒരുപാട് ചാപ്റ്ററുകൾ പഠിച്ചു തീർക്കാനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. യെസ്, അപ്പോ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അവർക്കറിയാം. എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്, അതായിരിക്കും അവരുടെ മിക്കവാറും നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രോബ്ലം നിങ്ങൾക്ക് കുറെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എത്ര പഠിച്ചു. എനിക്ക് തോന്നുന്നത് കുറെ കുട്ടികള് കുറെ അധികം ചാപ്റ്റേഴ്സ് പോർഷൻസ് കവർ ചെയ്തിട്ട് റിവിഷൻ ഒക്കെ വേണ്ടിട്ട് ഇരിക്കുകയായിരിക്കും. എന്നാൽ ചില ആളുകള് എവിടെ തുടങ്ങണം, ഏത് ചാപ്റ്റർ പഠിക്കണം, എത്ര പഠിച്ചാൽ, എത്ര കുറവ് പഠിച്ചാലായിരിക്കും ഫുൾ മാർക്ക് കിട്ടുക. ചിലരാണെങ്കിൽ എന്ത് ചെയ്യാ, ഇതുവരെ കുറച്ച് കളിച്ചൊക്കെ നടന്നതുകൊണ്ട് ഒന്നും പഠിക്കാതെ നമ്മുടെ അല്ല ഞങ്ങളുടെയൊക്കെ അത്തിന് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെയൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ചിലപ്പോ തലേ ദിവസമൊക്കെയോ അല്ലെങ്കിൽ സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും പഠിത്തം ആരംഭിക്കുക. പക്ഷെ ഞാനൊക്കെ എങ്ങനെയാലും ഒരു വർഷം ഞാൻ ആദ്യമേ പഠിച്ചു. അപ്പൊ വളരെ സ്മാർട്ട് ആയിട്ട് ഈ 15-16 ദിവസത്തിനുള്ളിൽ ഓണം എക്സാമിന് എങ്ങനെ ഫുൾ മാർക്ക് നേടാം, അതിനു വേണ്ടിയിട്ട് 3 സ്മാർട്ട് പ്ലാൻസ് ആണ് നമ്മൾ പറയുന്നത്. സ്മാർട്ട് വർക്ക് ആണ്, ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക് തന്നെയാണ്. എങ്ങനെയാണ് ഈ 3 പ്ലാനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 3 ഫുൾ മാർക്ക് നേടാം? ശരിക്കും ഈ 3 പ്ലാനും 3 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അതായത് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന കുട്ടികൾ ഒരു കാറ്റഗറി അല്ലെ അത്തി, പിന്നെ എവിടെ പഠിച്ചു തുടങ്ങണം, എന്ത് പഠിച്ചു തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന, അത് ആലോചിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത. അതായത് ഇനിയും തുടങ്ങാത്തവർക്ക് വേണ്ടിയും നമ്മൾ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ പ്ലാനിലേക്ക് പോവാണ്. ആദ്യത്തെ പ്ലാൻ കണ്ടാലോ? പ്ലാൻ എ ഉണ്ട്, പ്ലാൻ ബി ഉണ്ട്, പ്ലാൻ സി ഉണ്ട്. ഈ 3 പ്ലാനിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യില്ലേ? ഓണത്തിനൊക്കെ ഇങ്ങനെ ഇതുപോലെ വരും അല്ലെ, ഓരോ ഡ്രസ്സിന്റെ ഒക്കെ പോലെ. നല്ല അടിപൊളി പ്ലാൻ ആണ്. ABC 3 പ്ലാനിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ള എല്ലാ സാധനവും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 3 പ്ലാൻ റെഡി അല്ലേ? അഞ്ചാം ദിവസം തുടങ്ങല്ലേ? അപ്പോ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു റിസ്കും ഇല്ല, 60-ൽ 60 മാർക്കും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന പ്ലാൻ ആണ്. അപ്പൊ ഇത് ശരിക്കും കെമിസ്ട്രിക്ക് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിനും അപ്ലൈ ചെയ്യാം. അത് അത്യാവശ്യം തുടക്കത്തിലെ പഠിച്ചു തുടങ്ങിയവരുടെ പ്ലാൻ ആണെന്ന് ഫുൾ മാർക്ക് 60 മാർക്കിലെ ഫുൾ മാർക്ക്. ഫുൾ മാർക്ക് നമ്മൾ എല്ലാവർക്കും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ ഏകദേശം റിവിഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നവർക്കാണ് പ്ലാൻ എ എന്ന് പറയുന്നത്. അതായത് തിയറി മുഴുവൻ സ്കൂളിലെ ക്ലാസ്സുകളും അല്ലെങ്കിൽ ട്യൂഷന് പോയ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ പഠിച്ച് സെറ്റ് ആയിട്ട് ഇരിക്കുന്ന മക്കൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത്, അതായത് നിങ്ങൾക്ക് ഫുൾ ടോപ്പിക്സ് 4 ചാപ്റ്ററിലെയും ഫുൾ ടോപ്പിക്സ് കവർ ചെയ്യാം. അപ്പോൾ 0 റിസ്ക് ആണ്. ഈവൻ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ഇലക്ട്രോ കെമിസ്ട്രിയോ കൈനറ്റിക്സോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും അടുത്ത ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് പിക്ക് ചെയ്ത് ഫുൾ മാർക്ക് 100% ഉറപ്പിക്കാം. തിയറി മൊത്തം പഠിക്കുക, അതിനുശേഷം PYQ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ഡിസ്കസ് ചെയ്യും. ലാസ്റ്റ് 5 ഇയേഴ്സിലെ അവസാനത്തെ 5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം, സെറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഫുൾ ടോപ്പിക്സ്, അതായത് പ്ലാൻ എ പ്രകാരം ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ കവർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത്തി, അല്ല ടോപ്പിക്സിന് മുന്നേ നമുക്ക് വെയിറ്റേജ് കാണാം അല്ലെ? അപ്പൊ ചാപ്റ്റർ 1 സൊല്യൂഷൻസ് ആണ്, 21 മാർക്കാണ്. ഇലക്ട്രോ കെമിസ്ട്രിയും 21 ആണ്. കൈനറ്റിക്സും D and F ബ്ലോക്കിൽ നിന്നും 18 മാർക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് 3 ചാപ്റ്റർ ഫുൾ ആയിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് 60 മാർക്ക് കിട്ടിയിരിക്കും അല്ലെ? നമ്മൾ റിസ്ക് എടുക്കണ്ട, 4 ചാപ്റ്റർ അവർ പഠിച്ചോട്ടെ. പ്ലാൻ എ ഉള്ളവർ ഒരു റിസ്ക് എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് 4 ചാപ്റ്ററും പഠിച്ച് സെറ്റ് ആയവർക്കുള്ളതാണ് പ്ലാൻ എ. അപ്പൊ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് സൊല്യൂഷൻ. ഡിഫറൻഷിയേറ്റ് മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റിയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിന്റെ ന്യൂമറിക്കൽസ് നിങ്ങൾ ചെയ്യണം. റോൾസ് ലോ ഉണ്ട്, നോൺ ഐഡിയൽ സൊല്യൂഷൻസും ഐഡിയൽ സൊല്യൂഷൻസും ഉണ്ട്. നോൺ ഐഡിയൽ സൊല്യൂഷൻസിൽ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡിവിയേഷനും. അതിൽ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും അവർ എക്സാമ്പിൾ പറയാറുണ്ട്. അസറ്റോണും ക്ലോറോഫോമും ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ്, എത്തനോളും വാട്ടറും ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ്, അതിന്റെ റീസൺ ഒക്കെ കറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അസിയോട്രോപിക് മിക്സ്ചേഴ്സ് ഉണ്ട്, 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അസിയോട്രോപിക് മിക്സ്ചേഴ്സ് ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയല്ലേ. എല്ലാ വർഷവും അസിയോട്രോപിക് മിക്സ്ചറിന്റെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഫുൾ റിവിഷന് റെഡി ആയിട്ടിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, നമ്മുടെ 1 ഷോട്ട് സീരീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് കാണുക, റിവൈസ് ചെയ്യുക, വീണ്ടും വീണ്ടും പഠിച്ച് നിങ്ങൾ ഫുൾ കോൺഫിഡൻസ് ആയിട്ട് എക്സാം ഹോളിലേക്ക് കയറുക. കോണ്ടന്റ് വീഡിയോസ് ഉണ്ട്, എല്ലാ ദിവസവും കോണ്ടന്റ് വീഡിയോ, സബ്ജക്ട് കോണ്ടന്റ് വീഡിയോസ് വരുന്നുണ്ട്. അതെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും ചില ടോപ്പിക്സും ഒക്കെ നമ്മൾ കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് ചില ടോപ്പിക് ഈസി ആയിട്ട് പഠിക്കാനുള്ള
ക്രിസ്പ് ഫോം ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇലക്ട്രോ കെമിസ്ട്രി. എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള കമ്പാരിറ്റീവ്ലി ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇലക്ട്രോ കെമിസ്ട്രി. അതിൽ ആദ്യം പഠിക്കേണ്ടത് കാൽക്കുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് EMF അഥവാ E0 EMF അല്ലേ? രണ്ടാമത് അടുത്തത് നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിക്കാതെ എന്തായാലും ഒരു സെല്ല് അവർ തരും, എന്നിട്ട് അതിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാനാ പറയാം, എന്നിട്ട് കാൽക്കുലേറ്റ് EMF കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ആ നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിറൈവ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഡെറിവേഷൻ ഇമ്പോർട്ടന്റ്. 3 മാർക്കിന്റെ ഡെറിവേഷൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡെറിവേഷൻ നിങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണത്തില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. NCERT അങ്ങനെ സ്പെസിഫൈ ചെയ്ത് അവർ കൊടുത്തതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന ക്വസ്റ്റൻ ആണ് ഈ കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഞാൻ തന്നെ പറയണം. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഓൺ ഡയലൂഷൻ. കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും ഡയലൂട്ട് ചെയ്യുക അല്ലെ? ഡയലൂട്ട് ചെയ്താൽ കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും എങ്ങനെ വേരി ചെയ്യുന്നു? വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി ഓൺ ഡയലൂഷൻ. അഞ്ചിത മിസ് അടുത്ത് നെയ്മുള്ള ലോസ് ഒക്കെ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ് കോളറേഷ്യസ് ലോ. സ്റ്റേറ്റ് ചെയ്യാൻ പറയും. അവരൊരു പ്രോബ്ലം ഉണ്ട്. അസറ്റിക് ആസിഡിന്റെ ഒക്കെ മോളാർ കണ്ടക്ടിവിറ്റി കാണാനുള്ള ഒരു പ്രോബ്ലം കൂടി കോളറേഷ്യസ് ലോ ഉണ്ട്. അതിന്റെ ന്യൂമറിക്കൽസ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊമേഴ്ഷ്യൽ സെൽ, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയും. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, മെക്കാനിസം ഓഫ് കൊറോഷൻ, റസ്റ്റിംഗ് ഓഫ് അയൺ ചോദിക്കാം. അപ്പൊ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ഇതിൽ നിന്ന് കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പിക്കുക അല്ലെ? അതെ, ഇലക്ട്രോ കെമിസ്ട്രി ആണ് 21 മാർക്ക് ഉണ്ട്. 21 മാർക്ക് ഉണ്ട്. വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ് ആദ്യത്തെ 2 ചാപ്റ്ററും. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത 2 ചാപ്റ്റർ നോക്കാട്ടെ. കൈനറ്റിക്സിൽ എനിക്ക് തോന്നുന്നു സ്ഥിരം 2 മാർക്കിന് ചോദിക്കുന്നതാണ് ഓർഡർ, മോളിക്കുലാർ. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ 2 മാർക്കിന് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ കൈനറ്റിക്സ് ഒരു ടോപ്പിക്കാണ് കൈനറ്റിക്സ്, മോളിക്കുലാരിറ്റി ആൻഡ് ഡിഫറൻഷിയേഷൻ. പിന്നെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, 0 ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ മാത്രം 1 മാർക്കിന് ചോദിക്കും. അതേപോലെ ഇതിന്റെ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്കിനും 2 മാർക്കിനും ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാനും ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനും നിങ്ങളോട് ചോദിക്കും. അതുപോലെ 0 ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ഒക്കെ യൂണിറ്റുകൾ ചോദിക്കാറുണ്ട്. റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് ഉറപ്പാണ് ചോദിക്കും. 1 മാർക്കിന് ചോദിച്ചിരിക്കും. അത് ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ ഹാഫ് ലൈഫിന്റെ ഡെറിവേഷനും പ്രോബ്ലവും ഡിറൈവ് ചെയ്യാൻ എന്തായാലും ചോദിക്കും. അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ആണ് സാധാരണ സ്ഥിരം ഡിറൈവ് ചെയ്യാൻ 2 മാർക്കിന് വരിക. പ്രോബ്ലം ന്യൂമറിക്കൽസ് അതിൽ ഉണ്ടാവാറുണ്ട്. ഹാഫ് ലൈഫിന്റെ ന്യൂമറിക്കൽ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. ഓർമ്മിച്ചു വെക്കുക. നെക്സ്റ്റ് അറീനിയസ് ഇക്വേഷൻ അല്ലേ? അറീനിയസ് ഇക്വേഷനും അതിന്റെ ഓരോ ടേംസും എന്താണെന്നും പഠിക്കണം. 1 മാർക്കും 2 മാർക്കും അതും ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് ഇഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്. അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എപ്പോഴും ചോദിക്കാറില്ലെങ്കിൽ പോലും ഓർമ്മിച്ച് നോക്കുക. വേഗം പഠിക്കാൻ പറ്റും. എന്തിലാണ് വ്യത്യാസം വരുന്നത് അങ്ങനെയൊക്കെയാണ് എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പോലും അത് ചോദിക്കാറുണ്ട്. ചാപ്റ്റർ ഈസിയാണ്. എനിക്ക് തോന്നുന്നു അടുത്ത D and F ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഒരു പക്ഷേ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ അല്ലേ? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. എനിക്ക് തോന്നുന്നു ഉറപ്പാണ്, 100% ഉറപ്പാണ് 2 മാർക്കിന് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. വാട്ട് ഈസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് നിങ്ങളോട് ചോദിച്ചു. റീസൺ ഒക്കെ ആണെങ്കിൽ 2 to 3 മാർക്ക് ക്വസ്റ്റ്യൻ കോൺസിക്വൻസ് ഓഫ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ വരാറുണ്ട് 1 മാർക്കിനും 2 മാർക്കിനും. അതായത് അതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല. അതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഉറപ്പിച്ച് പഠിച്ചോ. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ത് ചെയ്യുക, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അതേപോലെ പൊട്ടാഷ്യം പെർമാംഗനേറ്റും പൊട്ടാഷ്യം ഡൈക്രോമേറ്റും, ഈ 2 ആൾക്കാരുടെയും പ്രിപ്പറേഷൻ നിങ്ങൾ പഠിക്കണം. സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രിപ്പറേഷൻ മസ്റ്റ് ആണ്. സ്ഥിരം ചോദിക്കുന്നതാണ് പ്രിപ്പറേഷൻ. അതേപോലെ അവരുടെ 2 പേരുടെയും പെർമാംഗനേറ്റ് ആയോണ്ടെയും മാംഗനേറ്റ് ആയോണ്ടെയും ക്രോമേറ്റിനെയും ഡൈക്രോമേറ്റിനെയും ഒക്കെ സ്ട്രക്ചർ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത് 2ഉം മസ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. Magnetic behavior and complex formation. Paramagnetic behavior. അതേപോലെ അത് മാത്രമല്ല, ഇവർ എന്തുകൊണ്ടാണ് കളേർഡ് കോംപ്ലക്സ് ആയിരിക്കുന്നത് അതിന്റെയൊക്കെ റീസൺ ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസിഷൻ ഒക്കെ നിങ്ങൾ പഠിക്കുന്നില്ലേ? ട്രാൻസിഷൻ എഴുതിയാൽ തന്നെ ടീച്ചർ മാർക്ക്. അതെ, ആ ഒരു വേർഡ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ കളർ ഓഫ് കോംപ്ലക്സിന് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. റെഡി അല്ലേ? അതേപോലെ മ്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ട്രിക്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ട്രിക്സ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ കോണ്ടന്റ് വീഡിയോസും ലൈവും ഒക്കെ മക്കൾ കാണാം. മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 1 മിനിറ്റ് മതി. 1 മിനിറ്റ് കൊണ്ട് മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 മാർക്ക് കിട്ടും. അപ്പൊ കോണ്ടന്റ് വീഡിയോസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഷോർട്ട് കട്ടുള്ള കോണ്ടന്റ് വീഡിയോസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ്.
അടുത്തത് പ്ലാൻ സിയിലേക്ക് പ്ലാൻ ബി ആണ്. ഇതിലൊരു ചെറിയ റിസ്ക് എലമെന്റ് ഉണ്ട്, ചെറിയ രീതിയിൽ ഒരു റിസ്ക് 5% റിസ്ക് ഉണ്ട് ഇതില്. കാരണം ഫുൾ മാർക്ക് കിട്ടുന്നവർക്ക് ചിലപ്പോ ഈ പ്ലാൻ ബി സെലക്ട് ചെയ്താൽ ചിലപ്പോ ഫുൾ മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് ഏകദേശം 90% ഉറപ്പാണ്. പക്ഷെ ഇത് ആർക്കാണെന്ന് ചോദിച്ചാൽ, അതായത് 4 ചാപ്റ്റർ ഉണ്ട്. 4 ചാപ്റ്റർ എനിക്ക് പഠിക്കാൻ വയ്യ, ഒരു ചാപ്റ്റർ ടഫാണ്, കൈനറ്റിക്സ് ടഫാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി ടഫാണ്, അത് വേണ്ട, ഒഴിവാക്കണം. കമ്പാരിറ്റീവ്ലി അവരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മക്കളെ സെലക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി ആയിരിക്കും അല്ലെ? കമ്പാരിറ്റീവ്ലി ഇതില് ഞാൻ പഠിക്കുന്നത് ഇലക്ട്രോ കെമിസ്ട്രി ആയിരിക്കും. അത്യാവശ്യം ബുദ്ധിയുള്ളവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നതും പറഞ്ഞല്ല. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കാൻ വയ്യ, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലാവുന്നില്ല, ഓഫ് കോഴ്സ് ഫൈനൽ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കണം. തൽക്കാലം ഒരു 15 ദിവസം മാത്രമാണ് ഓണം എക്സാമിനുള്ളത്, അതിനുവേണ്ടി മാത്രം നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ആ ചാപ്റ്റർ നമ്മൾ എന്താ ചെയ്യേണ്ട? റിസ്ക് എലമെന്റ് ആയിട്ട് ഒരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക അല്ലെ? നിങ്ങൾക്ക് എന്താണോ റിസ്ക് ആയിട്ട് തോന്നുന്നത് ആ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. റിസ്ക് എന്താന്ന് ചോദിച്ചാൽ ബാക്കി 3 ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ഇപ്പൊ D&F ആണ് മാറ്റി വെക്കുന്നതെങ്കിൽ കൈനറ്റിക്സിലും ഇലക്ട്രോ കെമിസ്ട്രിയിലും സൊല്യൂഷൻസിലും ഒക്കെ ന്യൂമറിക്കൽസ് ഉണ്ട്. അപ്പൊ ന്യൂമറിക്കൽസ് ചിലപ്പോൾ എങ്ങാനും ന്യൂമറിക്കൽസിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് നിങ്ങളുടെ ഫുൾ മാർക്കിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് D&F ഒരിക്കലും മാറ്റി നിർത്തരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയാ. അതെ, ഈസിയാണ്. അതേപോലെ മാറ്റി നിർത്തുന്ന ആ ചാപ്റ്ററിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അതിന്റെ മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തിരിക്കണം. ഇലക്ട്രോ കെമിസ്ട്രി ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇവരെ ഇലക്ട്രോ കെമിസ്ട്രി ആയിരിക്കും മാറ്റി നിർത്താൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ. കാരണം അതിന്റെ തിയറി ഒക്കെ കമ്പാരിറ്റീവ്ലി എന്തോ ഒരു അത്ര സുഖം മറ്റുള്ള ചാപ്റ്ററിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ അതിന്റെ PYQ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതെ, അതിന്റെ PYQ പഠിക്കുക, ബാക്കി 3 ചാപ്റ്റേഴ്സും നല്ലവണ്ണം പഠിക്കുക. അങ്ങനെ നമുക്ക് 3 ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഏകദേശം ഫുൾ മാർക്ക് ഉറപ്പിക്കാം. എന്നാൽ കൂടെ റിസ്ക് വേണ്ട. നിങ്ങൾ ഒരു മാറ്റി വെക്കുന്ന ആ ടഫ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചാപ്റ്ററിന്റെ PYQs നിങ്ങൾ പഠിക്കുക. അത് ലാസ്റ്റ് ടൈമേ പഠിക്കാൻ പാടുള്ളൂ, ആദ്യമേ അത് പഠിക്കരുത്. 3 ചാപ്റ്റർ നന്നായിട്ട് തറവായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം 4ാം ചാപ്റ്റർ എടുക്കുന്നു, അതിന്റെ PYQ പഠിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇനിയും തുടങ്ങാത്ത അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി നിങ്ങളെ വർക്ക് സ്മാർട്ട് ആക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞ ടിപ്സ് ആണ്. എല്ലാ ചാപ്റ്ററും ഒരുപോലെ പഠിക്കണം, ഒരുപോലെ പഠിക്കണം. ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് ആണ് എൻട്രൻസിനൊക്കെ. അതേപോലെ പ്ലാൻ സി എന്ന് പറയുന്നത് വളരെ റിസ്ക് എലമെന്റ് കൂടിയ പ്ലാൻ ആണ്. സാധാരണ നോർമലി അഞ്ജിത മിസ് ഒക്കെ പഠിക്കുന്നതിലെടുക്കുന്ന ഒരു പ്ലാൻ സി എന്ന് പറഞ്ഞാൽ പ്ലാൻ സി ശരിക്കും പറഞ്ഞാൽ ഇതുവരെ തുടങ്ങാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഒരു ചാപ്റ്ററൊന്നും നിങ്ങൾക്ക് ഒരു കാര്യവും അറിയില്ല, ഒരു കോൺസെപ്റ്റും ഓർമ്മയില്ല, ഓർമ്മ കിട്ടുന്നില്ല, ശരിക്ക് തറവായിട്ടില്ലെങ്കിൽ മാത്രം. അതായത് വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ച് നടന്നിട്ട് ലാസ്റ്റ് ഇപ്പം വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചതിന്റെ ഒരു ത്രില്ലിൽ എന്ത് ചെയ്യാ, ഒരു 1-2 മാസം കൂടി അങ്ങോട്ട് മുൻപോട്ട് പോയി ചിലപ്പോ ഒരു എക്സാം ഒക്കെ വരുമ്പോഴേ അവർ ആ ഒരു സീരിയസ്നെസ്സിലോട്ട് എത്തും. ആ ഒരു സീരിയസ് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കുള്ളവർ അതാണ് എന്ത് പ്ലാൻ സി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് പ്ലാൻ സി ഈസി ആണെന്നൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കി 2 പ്ലാനിനേക്കാളും ഈസിയാണ്. കാരണം 4 ചാപ്റ്റേഴ്സിന്റെയും PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുഴുവൻ പഠിക്കുക. ശരിക്കും നമുക്ക് ഫുൾ മാർക്ക് എന്നാലും നമ്മൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏകണ്ട ലൈവ് ക്ലാസ്സുകൾ നന്നായിട്ട് വാച്ച് ചെയ്യുക. PYQ ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകൾ നന്നായിട്ട് വാച്ച് ചെയ്യുക. അതിൽ PYQ മാത്രമല്ല, PYQന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കും. ചിലപ്പോൾ PYQ ഒന്നും പഠിക്കാത്ത മക്കൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല, പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. അതെ, ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ശരിക്കും ക്ലിയർ ആവുകയുള്ളൂ. എന്നാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ വിട്ട് കളയരുത്. പക്ഷെ കഴിഞ്ഞ +1 മാത്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് NCERT ബാക്കി അത് റിസ്ക് തന്നെയാണ് മക്കളെ. ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ് ആകാൻ സാധിക്കും, പക്ഷെ നമ്മുടെ ലക്ഷ്യം പാസ്സാകലല്ല, ഫുൾ മാർക്ക് നേടലാണ്. അതുകൊണ്ടാണ് കാര്യം ഇതിൽ ഫുൾ മാർക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്, പാസ്സായാലും മാത്രമല്ല ഫുൾ മാർക്ക് കിട്ടാനും ചാൻസ് ഉണ്ട് അല്ലേ? അതെ, പക്ഷെ അവിടെ ഒരു റിസ്ക് ഉണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചത് മാത്രമേ ചോദിക്കൂ എന്നൊരു നിബന്ധന ഇല്ലല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, 4 ചാപ്റ്ററിന്റെയും പ്രീവിയസ് ഇയേഴ്സ് പഠിച്ചാൽ തന്നെ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ എന്ത് ചെയ്യാ, ഇപ്പോൾ +1 +2 അല്ല പഠിച്ചത്, ഇപ്പൊ കോളേജ്
സ്റ്റഡിയാണ് ഞങ്ങളത്. അപ്പോൾ അവിടെ ഒരുപാട് ക്ലാസ്സുകളൊന്നും കിട്ടിയില്ല, പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിലാണ് ഞങ്ങൾ ഇതെടുത്ത് പഠിക്കുക. അപ്പോൾ ഞാനൊക്കെ അപ്ലൈ ചെയ്തൊരു മെത്തേഡാണ്. ലാസ്റ്റ് ടൈമിൽ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, അത് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ഇരുന്നൊരു 3 ദിവസം പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ തന്നെ ഒരു ചാപ്റ്ററിൽ എല്ലാ കോൺസെപ്റ്റും നിങ്ങൾ പഠിക്കും. അത് മാത്രമല്ല, ഈ കോൺസെപ്റ്റ് എന്തായാലും പ്രീവിയസ് ഇയർ പഠിച്ചാലും നിങ്ങൾ പഠിക്കും, അല്ലെങ്കിലും പഠിക്കും. പക്ഷേ കോൺഫിഡൻസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അത് ഈ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ പഠിച്ചതൊക്കെ മറന്നു പോവുക. അത് കോൺഫിഡൻസ് ഇല്ലായ്മയുടെ ഒരു കാരണമാണ്. അപ്പൊ ആ കോൺഫിഡൻസ് ഇല്ലായ്മ പരിഹരിക്കാൻ മാത്രമാണ് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ച കാര്യമായാൽ പോലും എന്നോട് പറഞ്ഞു പോലെ ഇതൊക്കെ ഞാൻ പഠിച്ചതേ വരുള്ളൂ. അതാണ് എക്സാം ഹാളിലേക്ക് കയറി നേരം നിന്റെ തോന്നതായിരിക്കണം ഞാൻ പഠിക്കാത്തത് എന്ത് എന്നുള്ളതല്ല, ഞാൻ പഠിച്ചതേ വരുള്ളൂ, എനിക്ക് അത്രേ വരുള്ളൂ, ഞാൻ അത് മുഴുവൻ എഴുതുമെന്നുള്ള ഫുൾ കോൺഫിഡൻസിലായിരിക്കണം എക്സാം ഹാളിലേക്ക് കയറേണ്ടത്. ഓക്കെ, ഒന്നും പഠിക്കാതെ മിസ് അതിന് കാര്യം, ഒന്നും പഠിക്കാതെ കോൺഫിഡൻസ് മാത്രമായിട്ട് കയറി പോവുകയും ചെയ്യരുത്. ഓക്കെ, പഠിക്കണം. അല്ല ആർട്ടി, അപ്പൊ പ്രീവിയസ് ഇയർ പഠിച്ചാലും കോൺസെപ്റ്റ് ഫുള്ള് നിങ്ങളുടെ കയ്യിൽ കാണും. ആ ഒരു കോൺഫിഡൻസോടെ നിങ്ങൾ കയറുക. ഒരു കോൺസെപ്റ്റും സ്കിപ്പ് ചെയ്യാനല്ല നമ്മൾ പറയുന്നത്. ഒക്കെ പഠിച്ചിട്ട് കോൺഫിഡന്റ് ആയിട്ട് സ്മാർട്ട് ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ്. അപ്പം മക്കൾ നന്നായിട്ട് പഠിക്കുക, അല്ലെ? ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതാൻ ഞങ്ങൾ ഉണ്ടാവും കൂടാ. നിങ്ങൾ പേടിക്കണം, നിങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. നമ്മള് ലൈവും മാരത്തോണും മിനി മാരത്തോണും എക്സാമിന് അന്ന് രാവിലെ ബൂസ്റ്ററും ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും. എക്സാം ടൈമിൽ ഞങ്ങൾ ഉറങ്ങില്ല, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ വെക്കും, ഞങ്ങൾ ഉറങ്ങില്ല. അപ്പൊ നമ്മൾ ഓണം എക്സാമിന് റെഡി ആയി കഴിഞ്ഞു, നിങ്ങളും നമ്മുടെ കൂടെ ഒരുമിച്ച് നമ്മള് സെറ്റ് ആക്കും, അല്ലെ? അപ്പൊ ബൈ പറയല്ലേ? ബൈ.